സംസ്ഥാനത്തെ തെരുവുനായ ആക്രമണത്തിന്റെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. പല ഘട്ടത്തിലും നമ്മൾ കണക്കുകൾ എടുത്തു പറഞ്ഞതുമാണ്. ഈ വർഷം ഓഗസ്റ്റ് മാസം വരെ നോക്കിയാൽ 2 ലക്ഷത്തിന് മുകളിലാണ് നായ കടിയേറ്റവരുടെ കണക്ക്. തെരുവുനായ ശല്യം രൂക്ഷമാകുമ്പോഴും പൂർണ്ണ പരിഹാരം കണ്ടെത്താൻ ABC ചട്ടങ്ങൾ വഴി കഴിയില്ല എന്നതാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം. സുപ്രീം കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ അപ്രായോഗികമായ ABC ചട്ടങ്ങൾ പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുന്നത്. അതോടൊപ്പം പോർട്ടബിൾ ABC സെന്ററുകൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. സുനിഷ അയ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഈ പറയുന്ന കണക്കുകൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. ഈ വർഷം തന്നെ 11 പേരോളം പേവിഷബാധയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ വാക്സിൻ എടുത്ത് തന്നെയുള്ള മരണങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമ്മൾ തന്നെ ഇതേ സമയത്ത് ഈ പേവിഷബാധയുമായി ബന്ധപ്പെട്ടും തെരുവുനായുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടും എത്ര കണക്കുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രതിസന്ധികളുണ്ടോ? ഈ കേന്ദ്ര ചട്ടം ABC ചട്ടത്തിലെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നത്? മാത്രമല്ല, ഈ മൊബൈൽ പോർട്ടലായിട്ടുള്ള ABC സെന്ററുകൾ തുടങ്ങാനുള്ള സർക്കാരിന്റെ തീരുമാനം അതെപ്പോൾ നടപ്പിലാകും? അതിവേഗത്തിൽ തന്നെ വേണമല്ലോ, എന്ത് നടപടികളാണെങ്കിലും. ഉറപ്പായിട്ടും റോഷ്നി തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഈ തെരുവുനായ ആക്രമണത്തിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം വരെ എത്തിയിട്ടേ ഉള്ളൂ. ഈ 8 മാസത്തിനുള്ളിൽ തന്നെ 2 ലക്ഷത്തിലധികം ആളുകളെ തെരുവുനായ ആക്രമിച്ചിരിക്കുന്നു. 11 പേർ പേവിഷബാധയേറ്റ് മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ തന്നെ പല കുറി ഇതേ രീതിയിലുള്ള കണക്കുകളെല്ലാം തന്നെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയാണ് പരിഹാരം എത്താത്തത്? എന്തുകൊണ്ടാണ് ഇതിനൊരു പരിഹാരമില്ലാത്തത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിനാൽ സംസ്ഥാന സർക്കാർ പറയുന്നത് ABC ചട്ടങ്ങൾ അത് ഫലപ്രദമല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞതുപോലെ അതിലെ ചില വ്യവസ്ഥകൾ, അതിലെ ചില കാര്യങ്ങൾ അത് പ്രായോഗികമാക്കാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്നുള്ളത് തന്നെയാണ്. ചട്ടം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി പറയുന്നത്. തുടക്കത്തിൽ കഴിഞ്ഞ തവണ ഒരു ചട്ടം ഭേദഗതി ചെയ്തിരുന്നത് 2000-ലധികം ഈ നായകളെ നോക്കിയ ഡോക്ടർമാർ മാത്രമാണ് ഈ ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്താൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ഈ വന്ധ്യംകരണം നടക്കില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരെ അറിയിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ അതിലൊരു മാറ്റം വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് പറഞ്ഞതുപോലെ, അതായത് വന്ധ്യംകരണം നടത്തിയതിനു ശേഷം 6 ദിവസം ശുശ്രൂഷ നൽകുക, അതിനുശേഷം അതേ സ്ഥലത്ത് നായകളെ വിടുക എന്നുള്ളതാണ്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാകും? ഒരുപക്ഷെ വന്ധ്യംകരണം നടത്തിയാൽ ആ നായ കടിക്കില്ല എന്നില്ല. അതേ രീതിയിൽ തന്നെ ഈ വാക്സിൻ കൊടുത്തതുകൊണ്ട് ആ നായ കടിക്കില്ല എന്നില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. മറ്റൊന്നിപ്പോൾ സുപ്രീം കോടതി ഡൽഹിയിൽ പറഞ്ഞതുപോലെ ഈ ഷെൽട്ടറുകൾ തുടങ്ങുക, ഇതിനെല്ലാം തന്നെ ഒരു ഷെൽട്ടറുകളിലേക്ക് മാറ്റുക എന്ന് പറയുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയുടെ ലഭ്യത കുറഞ്ഞൊരു സ്ഥലത്ത് അങ്ങനെ ഒരു ഷെൽട്ടർ എങ്ങനെ സ്ഥാപിക്കും എന്നുള്ളതാണ്. അത് പ്രായോഗികമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ABC സെന്ററുകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം, ഈ നായകളെ ഇങ്ങനെ ഒരു സെന്ററുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ തൊട്ടടുത്ത നാട്ടുകാർക്കോ ആ പ്രദേശവാസികൾക്കോ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സ്ഥലം വിട്ടുകൊടുക്കാത്ത പ്രശ്നം കൂടി തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു ഷെൽട്ടർ ഹോമുകൾ തുടങ്ങുക എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാകും? അത് നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ പറഞ്ഞതുപോലെ മാറാരോഗം വന്ന നായകളെ ദയാവധം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. പക്ഷെ അത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പക്ഷേ ഇതൊന്നും തന്നെ ഇല്ല എങ്കിൽ കൃത്യമായി പരിഹാരം കാണാൻ കഴിയുന്ന ഒരു ചട്ടം അത് കേന്ദ്രം കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇതിൽ തീരുമാനമെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയോ വേണമെന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. കാരണം ഈ തെരുവ് നായകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ ആനുപാതികമായി നോക്കുമ്പോൾ ഈ വന്ധ്യംകരണം നടത്തുന്നതും അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കുന്നതും ആയ നായകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വാക്സിൻ എടുക്കും. ഇപ്പോൾ 33,000-ലധികം നായകൾക്ക് വാക്സിൻ കൊടുക്കുകയോ വന്ധ്യംകരണം നടത്തുകയോ ചെയ്യുമ്പോൾ അതേ സമയത്ത് ഒരു വശത്ത് 1 ലക്ഷത്തിലധികം നായകൾ ഇങ്ങനെ പെറ്റുപെരുകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കണക്കുകൾ കാണിക്കുന്നത് എന്നുള്ളതാണ്. അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഏതായാലും ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത് തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ വന്ധ്യംകരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ മൊബൈൽ പോർട്ടബിൾ സെന്ററുകൾ കൊണ്ടുവന്നാൽ ഏറെക്കുറെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതായത്
ഒരു സ്ഥലത്ത് ഇപ്പോൾ ഹോട്ട്സ്പോട്ടായി കണ്ടിരിക്കുന്ന കഴിഞ്ഞ തവണയൊക്കെ 170-ലധികം ഹോട്ട്സ്പോട്ടുകൾ സംസ്ഥാനത്തൊട്ടാകെ കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ തെരുവ് നായ രൂക്ഷമായ സ്ഥലങ്ങളിൽ ആ ഒരു പ്രദേശത്ത് ഇങ്ങനെ മൊബൈൽ പോർട്ടബിൾ ആയിട്ടുള്ള ABC സെന്റർ കൊണ്ടുവരുന്നു. അവിടെ നിന്നും നായയെ പിടിച്ചു വന്ധ്യംകരണം നടത്തുന്നു. അങ്ങനെ ആകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു നാട്ടിൽ സാധാരണ ABC സെന്റർ വരുമ്പോൾ വലിയ പ്രശ്നമുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ പോർട്ടബിൾ ABC സെന്റർ വരുമ്പോൾ സാധാരണ ഒരാഴ്ചയായിരിക്കും ആ ഭാഗത്തുണ്ടാവുക. അതുകൊണ്ട് നാട്ടുകാർക്ക് അത്ര വലിയ പ്രശ്നത്തിലേക്ക് മാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൂടി. അങ്ങനെയെങ്കിൽ ഈ ഭാഗത്തെ നായകളെ വന്ധ്യംകരണം നടത്തിയതിനു ശേഷം അടുത്ത ഭാഗത്തേക്ക് ഈ പോർട്ടബിൾ ABC സെന്ററെ കൊണ്ട് എത്തിക്കാനും കഴിയുമെന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ ഇങ്ങനെ തെരുവുനായ ശല്യത്തെ കുറിച്ച് വിളിച്ചു പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ട് അറിയിക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് ഈ പോർട്ടബിൾ ABC സെന്ററിനെ എത്തിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ വശത്തുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സാധ്യത കൂടി സംസ്ഥാന സർക്കാർ നോക്കുന്നുണ്ട്. അതേസമയം തന്നെ സർക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മന്ത്രി MB രാജേഷ് അടക്കമുള്ളവർ പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇതിലൊരു മാനദണ്ഡങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ ഈ ചട്ടങ്ങൾ മാറ്റാൻ തയ്യാറാകണമെന്നുള്ളതാണ്. കൃത്യമായി ഏത് തരത്തിൽ പരിഹാരം കാണാൻ കഴിയും, പൂർണ്ണമായൊരു പരിഹാരം എന്നത് ഈ വന്ധ്യംകരണം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ വാക്സിൻ എടുത്തതുകൊണ്ടോ നടക്കില്ല. ഇപ്പോൾ പേവിഷബാധ ഏൽക്കാതിരിക്കാൻ കഴിയുമെന്നത് മാത്രമാണ് ഒരു കാര്യമുള്ളത്. പക്ഷേ വന്ധ്യംകരണം നടത്തിയ നായകൾ കടിക്കുന്ന സ്ഥിതി പിന്നെയും നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. അതിനായി ചട്ടം മാറ്റുക എന്നുള്ളൊരു ആവശ്യമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഏതായാലും സർക്കാരിന്റെ രീതിയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ABC സെന്റർ തുറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആളുകൾ അതിന് സമ്മതിക്കാത്തൊരു ബുദ്ധിമുട്ട് ഒരു വശത്തുമുണ്ട്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതല്ല അറിയേണ്ടത്, കൃത്യമായ ഒരു പരിഹാരം കാണണമെന്നുള്ളതാണ്. നേരത്തെ റോഷ്നി തന്നെ പറഞ്ഞതുപോലെ ഒരു വീട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. നമ്മൾക്ക് തന്നെ ചുറ്റിലും കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ള കാഴ്ചകൾ എന്നുള്ളതാണ്. അതിന് എത്രയും വേഗം പരിഹാരം എന്നുള്ളതാണ്. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എല്ലാം ഒരുപോലെ നിൽക്കണം എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, ശരി, അതാണ് സുനിഷ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരങ്ങളിലേക്ക് എത്തണം.